പ്രധാന വാർത്തകൾ. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം രാജ്യത്ത് 30 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തു. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല ഒരുങ്ങി. സുരക്ഷ ഉറപ്പാക്കാൻ 1000 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി നിയോഗിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി. സംസ്ഥാന പാലിയേറ്റീവ് കെയർ ദിനം നാളെ. കായിക വികസനത്തിന് പഞ്ചായത്തുകൾക്ക് അടുത്ത ബജറ്റിൽ പ്രത്യേകം തുക നീക്കിവെക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ രണ്ടാം ട്വന്റി ഇന്ന് ഇൻഡോറിൽ. മലേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം രാജ്യത്ത് 30 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു. ദുർബല കുടുംബങ്ങൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്നതാണ് പദ്ധതി. രാജ്യത്ത് 10 കോടിയിലധികം ദരിദ്ര കുടുംബങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയാണ് ലക്ഷ്യം. 30 കോടിയിലധികം ആളുകൾക്ക് സൌജന്യ ചികിത്സയ്ക്ക് പ്രധാനമന്ത്രി മോദിയുടെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞു. 9 മുതൽ 14 വരെ പ്രായക്കാരായ പെൺകുട്ടികൾക്കായി ഈ വർഷം രണ്ടാം പാദത്തോടെ ഗവൺമെന്റ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പ്രതിരോധ കുത്തിവയ്പ് ആരംഭിക്കുന്ന മാധ്യമ റിപ്പോർട്ടുകൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തള്ളി. രാജ്യത്ത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പ്രതിരോധ കുത്തിവയ്പ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ സെർവിക്കൽ ക്യാൻസർ കേസുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇത് സംബന്ധിച്ച് സംസ്ഥാനങ്ങളുമായും വിവിധ ആരോഗ്യ വകുപ്പുകളുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റ് സുരക്ഷാ ലംഘന കേസിലെ 6 പ്രതികളെയും ഡൽഹി പാട്യാല ഹൌസ് കോടതി ഈ മാസം 27 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കിയ ഡൽഹി പോലീസ് അന്വേഷണം തീരുന്നതുവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. 6 പ്രതികളിൽ 5 പേരും ഈ മാസം 5-ന് പോളിഗ്രാഫ് ടെസ്റ്റിന് സമ്മതം അറിയിച്ചിരുന്നു. 2 പ്രതികൾ നാർക്കോ അനാലിസിസ് ബ്രെയിൻ മാപ്പിംഗ് ടെസ്റ്റിനും തയ്യാറാണെന്ന് അറിയിച്ചു. ഡിസംബർ 13-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് മണിപ്പൂരിലെ തൌബലിൽ നിന്ന് ആരംഭിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉദ്ഘാടനം ചെയ്യും. നേരത്തെ ഇംഫാലിലെ പാലസ് ഗ്രൌണ്ടിൽ നിന്ന് യാത്ര ആരംഭിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. 15 സംസ്ഥാനങ്ങളിലെ 110 ജില്ലകളിലൂടെ യാത്ര കടന്നുപോകും. ബസ്സിലും കാൽനടയായും 66 ദിവസം കൊണ്ട് 6713 കിലോമീറ്റർ സഞ്ചരിച്ച് മാർച്ച് 20-ന് മുംബൈയിൽ യാത്ര സമാപിക്കും. നാളെ മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല ഒരുങ്ങി. തിരക്ക് കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. തിരുവാഭരണ ഘോഷയാത്ര റാന്നിയിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. മകരവിളക്കിന് ഇനി ഒരു നാൾ മാത്രം ശേഷിക്കെ സന്നിധാനത്ത് ബിംബശുദ്ധിക്രിയകൾ നടക്കും. തിരക്ക് കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. പാണ്ടിത്താവളം മുതൽ സന്നിധാനം വരെ 3500 പോലീസുകാർ സുരക്ഷ ഒരുക്കും. കൂടാതെ അഗ്നിരക്ഷാസേന, NDRF എന്നിവരുമുണ്ട്. നാളെ സന്ധ്യയോടെ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതിയും ആകാശത്തുദിക്കുന്ന മകരനക്ഷത്രവും കാണാൻ നിരവധി ഭക്തരാണ് ദർശന സൌകര്യമുള്ള സ്ഥലങ്ങളിലുമായി തമ്പടിച്ചിരിക്കുന്നത്. നാളെ പുലർച്ചെ 2:46-ന് മകരസംക്രമ പൂജയും നെയ്യഭിഷേകവും നടക്കും. അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് രാത്രി വിശ്രമത്തിന് ശേഷം പുലർച്ചെ 2-ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ ഭക്തർ നൽകുന്നത്. ഘോഷയാത്ര റാന്നി പേരുച്ചാൽ വഴി ഇടക്കുളത്ത് എത്തി. രാവിലെ 7:30-ന് വടശ്ശേരിക്കരയിലെത്തും. ലാഹ ഫോറസ്റ്റ് സ്റ്റേഷനിൽ രാത്രി വിശ്രമിക്കുന്ന തിരുവാഭരണ സംഘം പരമ്പരാഗത കാനനപാതയിലൂടെ നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. മകരവിളക്ക് ഉത്സവത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ അധികമായി 1000 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി നിയോഗിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അറിയിച്ചു. മകരവിളക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി ചേർന്ന അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്നിധാനം, പമ്പ, നിലയ്ക്കൽ, പാണ്ടിത്താവളം തുടങ്ങിയ ഇടങ്ങളിലാണ് അധിക വിന്യാസം. മകരവിളക്ക് കഴിഞ്ഞ് മലയിറങ്ങുന്ന ഭക്തർക്കായി കൃത്യമായ എക്സിറ്റ് പ്ലാൻ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം കോംപ്ലക്സിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം സന്നിധാനത്തും പരിസരത്തും പോലീസ് മേധാവി സന്ദർശനം നടത്തി സ്ഥിതി വിലയിരുത്തി. കൊടിമരത്തിന് സമീപവും 18-ാം പടിയും അദ്ദേഹം സന്ദർശിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര മലപ്പുറം ജില്ലയിൽ ഇന്നും പര്യടനം തുടരും. മാറാക്കര, കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളിലാണ് ഇന്ന് യാത്രയെത്തുന്നത്. തിരൂർ ബ്ലോക്കിൽ യാത്ര ഇന്നലെ പര്യടനം പൂർത്തിയാക്കി. മംഗലം പഞ്ചായത്തിലെ ചേന്നരയിലായിരുന്നു ബ്ലോക്കിലെ അവസാന പരിപാടി. സായുധസേന വെറ്ററൻ ദിനം ഇന്ന് രാവിലെ കൊച്ചി നേവൽ ബേസിൽ നടക്കും. കര, നാവിക, വ്യോമസേനയിൽ നിലവിൽ സേവനമനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരും ഒത്തുചേരുന്ന ചടങ്ങിൽ നേവൽ ബേസിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കും. തുടർന്ന് സർവീസിൽ നിന്ന് വിരമിച്ചവർ പങ്കെടുക്കുന്ന റാലിയും ധീരതയ്ക്ക് അവാർഡ് ലഭിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും നടക്കും. ലൈറ്റ്, മൈക്രോ ലൈറ്റ് വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനവും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ദക്ഷിണമേഖലാ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ ബി ശ്രീനിവാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്.
നാളെ സംസ്ഥാന പാലിയേറ്റീവ് കെയർ ദിനം. എല്ലാ വർഷവും ജനുവരി 15 കേരളത്തിൽ സാന്ത്വന പരിചരണ ദിവസമായി ആചരിച്ചുവരുന്നു. ആരെയും മാറ്റി നിർത്താതെ സാന്ത്വന പരിചരണം എല്ലാവരിലും എത്തിക്കുക എന്ന അവബോധം വളർത്താനാണ് ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പാലിയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് പാലിയേറ്റീവ് എന്ന വാക്കിന്റെ ഉത്ഭവം. വേദനാപൂർണമോ സങ്കീർണമോ ആയ രോഗങ്ങൾ ബാധിച്ചവരുടെയും കുടുംബാംഗങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്തുകയാണ് പാലിയേറ്റീവ് കെയറിലൂടെ ലക്ഷ്യമിടുന്നത്. പാലിയേറ്റീവ് പരിചരണ വാരാചരണത്തിന്റെ ഭാഗമായി ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പേരിൽ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. സമൂഹത്തിലെ എല്ലാവരും കിടപ്പ് രോഗികൾക്കായി അവരാൽ കഴിയുന്ന വിധം സാന്ത്വന സേവനങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ക്യാമ്പയിൻ. സിമന്റ് വ്യാപാര രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. മറ്റ് പല മേഖലകളിലുമെന്ന പോലെ സിമന്റ് വ്യാപാര രംഗത്തും പ്രശ്നങ്ങളും പ്രതിസന്ധിയുമുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. പരമാവധി വിലയേക്കാളും കുറഞ്ഞ വിലയിൽ സിമന്റ് വിൽപ്പന നടത്തുന്നതിലൂടെ വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ഗവൺമെന്റിന് അറിയാമെന്നും മന്ത്രി പറഞ്ഞു. കേരള സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ കുടുംബസംഗമവും ക്രിസ്മസ് പുതുവത്സരാഘോഷവും ഇടപ്പഴഞ്ഞിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ പ്രധാന പാലങ്ങൾ ദീപാലംകൃതമാക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ഫറോക്ക് പഴയ പാലത്തിൽ നിർവഹിക്കും. പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗമാണ് പാലത്തിൽ വൈദ്യുത ദീപാലങ്കാരം ഒരുക്കുന്നത്. പാലത്തിൽ സെൽഫി പോയിന്റ്, വീഡിയോ വാൾ, കഫറ്റീരിയ, സ്ട്രീറ്റ് ലൈബ്രറി, ഗാർഡൻ മ്യൂസിക്, ഓട്ടോമേറ്റഡ് ട്രാഫിക് സിഗ്നൽ തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കായിക വികസനത്തിന് പഞ്ചായത്തുകൾക്ക് അടുത്ത ബജറ്റിൽ പ്രത്യേക തുക നീക്കിവെക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. കുന്നമംഗലം മണ്ഡലത്തിൽ സ്ഥലം ലഭ്യമായ എല്ലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുടെ മണ്ഡലംതല പ്രഖ്യാപനവും പ്രവൃത്തി പൂർത്തീകരിച്ച കുറ്റിക്കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങൾ കായിക മേഖലയുടെ വികസനത്തിന് മുഖ്യ പങ്ക് വഹിക്കണം എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് പഞ്ചായത്തുകൾക്ക് പ്രത്യേക തുക നീക്കിവെക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സ്പോർട്സ് എക്കോണമി വളർത്തിക്കൊണ്ടുവരുന്നതിന് ആശയങ്ങൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരത്ത് സംസ്ഥാനതല സ്പോർട്സ് സമ്മിറ്റ് നടത്തുന്നത്. ഇതെല്ലാം കായിക മേഖലയിലെ പുതിയ തൊഴിലവസരങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമാകുമെന്നും അബ്ദുറഹ്മാൻ അറിയിച്ചു. അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് എറണാകുളം ശിവക്ഷേത്ര പരിസരത്ത് സ്വച്ഛ് ഭാരത് അഭിയാൻ ഇന്ന് രാവിലെ നടക്കും. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിജയപുരം രൂപതയുടെ പ്രഥമ സഹായമെത്രാനായി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജസ്റ്റിൻ അലക്സാണ്ടർ മടത്തിൽ പറമ്പിലിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയമിച്ചു. ഇടുക്കി പമ്പനാർ ഇടവകാംഗമാണ്. അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ട് സർക്കുലർ ഇന്നലെ വൈകിട്ട് റോമിലും സഭാ ആസ്ഥാനത്തും വായിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ രണ്ടാം ട്വന്റി ക്രിക്കറ്റ് ഇന്ന് ഇൻഡോറിൽ നടക്കും. വൈകിട്ട് 7-ന് ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. വ്യക്തിപരമായ കാരണങ്ങളാൽ ആദ്യ മത്സരത്തിൽ കളിക്കാതിരുന്ന വിരാട് കോഹ്ലി ഇന്നിറങ്ങും. 3 മത്സര പരമ്പരയിൽ ആദ്യ മത്സരത്തിൽ 6 വിക്കറ്റിന് അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ 1-0 മുന്നിലാണ്. ക്വാലാലംപൂരിൽ മലേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസിൽ ഇന്ത്യയുടെ സ്വാതിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ കൊറിയൻ സഖ്യത്തെ 1-2 സെറ്റുകൾക്കാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. മലേഷ്യൻ ഓപ്പണിൽ 1983 ശേഷം ആദ്യമായാണ് ഇന്ത്യൻ കൂട്ടുകെട്ട് മത്സരത്തിന്റെ ഫൈനലിൽ കളിക്കാൻ അർഹത നേടുന്നത്. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ പരാജയപ്പെടുത്തി. ദോഹയിൽ എതിരില്ലാത്ത 2 ഗോളിനാണ് ഓസ്ട്രേലിയയുടെ ജയം. ആദ്യ പകുതിയിൽ ലഭിച്ച നിരവധി അവസരങ്ങൾ ഇന്ത്യക്ക് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ഗോൾ രഹിതമായി പിരിഞ്ഞ ഒന്നാം പകുതിക്ക് ശേഷം 50-ാം മിനിറ്റിൽ ജാക്സൺ നിർവിനും 73-ാം മിനിറ്റിൽ ജോർഡൻ ബോസുമാണ് ഓസ്ട്രേലിയയുടെ വിജയ ഗോൾ നേടിയത്. കരുത്തരായ എതിരാളികളെ 2 ഗോളിന് പിടിച്ചുകിട്ടാൻ സുനിൽ ഛേത്രി നായകനായ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു. വ്യാഴാഴ്ച ഉസ്ബെക്കിസ്ഥാനെതിരെ ഇതേ വേദിയിലാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ മത്സരം. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഇന്നിംഗ്സിൽ അസമിനെതിരെ കേരളത്തിന് കൂറ്റൻ സ്കോർ. സച്ചിൻ ബേബിയുടെ സെഞ്ചുറിയും രോഹൻ കുന്നുമ്മൽ, കൃഷ്ണപ്രസാദ്, രോഹൻ പ്രേം എന്നിവർ നേടിയ അർദ്ധ സെഞ്ചുറികളുമാണ് കേരളത്തെ 419 റൺസ് എന്ന ഭദ്രമായ നിലയിൽ എത്തിച്ചത്. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച അസമിന് ഇന്നലെ കളി അവസാനിക്കുമ്പോൾ 14 റൺസ് എടുക്കുന്നതിനിടെ 2 വിക്കറ്റ് നഷ്ടമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം രാജ്യത്ത് 30 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തു. മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല ഒരുങ്ങി. സുരക്ഷ ഉറപ്പാക്കാൻ 1000 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി നിയോഗിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി. സംസ്ഥാന പാലിയേറ്റീവ് കെയർ ദിനം നാളെ. കായിക വികസനത്തിന് പഞ്ചായത്തുകൾക്ക് അടുത്ത ബജറ്റിൽ പ്രത്യേകം തുക നീക്കിവെക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ രണ്ടാം ട്വന്റി ഇന്ന് ഇൻഡോറിൽ. മലേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം. വാർത്തകൾ കഴിഞ്ഞു.